ശ്രീധരൻ സാറ്, ശ്രീധരൻ സാറിനെ സംബന്ധിച്ചും മെട്രോമാൻ ശ്രീധരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അറിയപ്പെടുന്ന, ഇന്ത്യ ബഹുമാനിക്കുന്ന ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിഷനും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയൊക്കെ ആണ് അദ്ദേഹത്തിന് ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് അദ്ദേഹം ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വെച്ചുകൊണ്ട് അന്നത്തെ വരുമാനം മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നത്തെ ഈ ലെവലില് നമ്മൾ അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്തില്ലായിരുന്നു. എത്രയോ ലക്ഷക്കണക്കായിട്ടുള്ള എഞ്ചിനീയേഴ്സിൽ ഒരാളായി അദ്ദേഹം മാറുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മേഖലയിൽ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ, പരിശീലനത്തിലൂടെ, പ്രവൃത്തിയിലൂടെ സ്കിൽ ആർജിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്കും അദ്ദേഹം ആഗ്രഹിക്കുന്ന നേട്ടങ്ങളിലേക്കും അദ്ദേഹത്തിന് എത്തപ്പെടാൻ സാധിച്ചത്. ഇത് തന്നെയല്ലേ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൂ. നമ്മൾ ഇന്നിറങ്ങി അടുത്ത ദിവസം എനിക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് വരുമാനം കിട്ടും, എങ്കിലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന മൈൻഡ് സെറ്റിലോട് കൂടിയാണ് മറ്റൊരു മേഖലയിൽ നമ്മൾ ഇറങ്ങാൻ തയ്യാറാവുന്നത്. എനിക്ക് എമർജൻസി ആയിട്ട് ഇന്ന ആവശ്യങ്ങളുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് ഫണ്ട്, പൈസ നേടിയെങ്കിൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഈ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ഒരിക്കലും പൈലറ്റ് ആവാനോ ക്യാപ്റ്റൻ ആവാനോ എഞ്ചിനീയർ ആവാനോ ഡോക്ടർ ആവാനോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാനോ ഇറങ്ങില്ല. നമുക്കറിയാം ആ കാര്യമൊന്നും അവിടെ നടക്കില്ല. അവിടെ നമ്മൾ സ്കിൽഡ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഒരു വരുമാനത്തിലേക്ക് നമ്മൾ അവിടെ എത്തൂ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പരീക്ഷണത്തിനാണ്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള മൈൻഡ് സെറ്റില് ഒരു പരീക്ഷണത്തിന് ഇറങ്ങും. ആ പരീക്ഷണം തന്നെയാണ് നമ്മുടെ ശത്രു. ആ പരീക്ഷണത്തിന് ഇറങ്ങുന്ന ആരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നേ വരെ സക്സസ് ആയ ചരിത്രം ഉണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് എനിക്ക് വേണം, ഞാനൊരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റേത് പ്രൊഫഷനെ പോലെയും മറ്റേത് കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയെ പോലെയും ഈ മേഖലയിലും വിദഗ്ധനായെങ്കിൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സമ്പത്ത് നേടാനും വരുമാനം നേടാനും ഒരു പ്രോഫിറ്റ് നേടാനും എനിക്കും കഴിയൂ എന്ന തിരിച്ചറിവ്. ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്.